the marriage is irretrievably broken. Hence, the marriage between petitioner Malavika and the respondent Rajendra Verma, solemnized on May 14, 1983, is hereby dissolved by this decree of divorce pronounced in open court on the 21st day of December 1990. വേർപിരിഞ്ഞ മാതാപിതാക്കളെ ഓർത്ത് 20 വർഷങ്ങൾക്ക് ശേഷവും വേദനിക്കുന്ന രാജ് കാർത്തി എന്ന യുവ സംവിധായകൻ രാവിലെ തന്നെ തുടങ്ങിയോ മാഷ നൊസ്റ്റാൾജിയ? നിനക്കെല്ലാം തമാശ. അച്ഛനും അമ്മയും പിരിയുമ്പോൾ പിടയുന്ന കുട്ടികളുടെ മനസ്സ് നിനക്കതറിയില്ല. ലോകത്തെ സകല കുഞ്ഞിന്റെ മനസ്സറിയാമെങ്കിലും കൂടെ താമസിക്കുന്ന പെണ്ണിന്റെ മനസ്സറിയില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? നോക്കൂ ജീന, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ അന്യരെ ഒട്ടും ബാധിക്കാത്തത് അവന്റെ വിവാഹമാണ്. എന്നാൽ അന്യരെ ഏറ്റവും കൂടുതൽ തലയിടുന്നതും അതിലാണ്. എന്റെ പേരൻസിനെയാണ് ഉദ്ദേശിച്ചേ. നോക്ക് കാർത്തി, നീ വിചാരിക്കുന്ന അത്ര ലിബറൽ ഒന്നുമല്ല അവരുടെ ആറ്റിറ്റ്യൂഡ്. പിന്നെ നാട്ടിലിങ്ങനെ നിന്നോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കാൻ അവർ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിന്നെ അവർ അത്രയേറെ വിശ്വസിക്കുന്നു എന്നല്ലേ? ആ വിശ്വാസം തകരാൻ ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ. ലിവിങ് ടുഗദർ അവസാനിപ്പിച്ച് നമ്മൾ എത്രയും വേഗം കല്യാണം കഴിച്ച് കാണണം എന്ന് അവർക്ക്. തൽക്കാലം നമുക്ക് മോർണിംഗ് വാക്ക് കഴിഞ്ഞ് കല്യാണം കഴിക്കാം. നോക്ക് കാർത്തി, ഇതല്പം പ്രധാനപ്പെട്ടതല്ലേ? അറിയാലോ, അച്ഛനും അമ്മയും അടുത്ത മാസം നാട്ടിലേക്ക് വരുന്നുണ്ട്. 1 മാസത്തെ ലീവേ ഉള്ളൂ. തിരിച്ച് UK പോണതിന് മുമ്പ് മാരേജ് നടത്തണം എന്നാ. നിനക്കിന്ന് ചാനലിൽ പോണ്ടേ? വേണം, ഈവനിങ് ഷിഫ്റ്റാ. കരിയറിൽ നീ ഒന്നുകൂടി ഫോക്കസ്ഡ് ആവേണ്ട സമയമാണിത്. ഇറാൻ പോലെ അടിച്ചമർത്തലുള്ള നാടുകളിൽ പോലും സ്ത്രീകൾ വിവാഹം വൈകിക്കുന്നു. വിദ്യാഭ്യാസത്തിലും ജോലിയിലും കൂടുതൽ ശ്രദ്ധിക്കുന്നു. അവരെ വിമർശിക്കുന്നവരും അവിടെയുണ്ട്. അവിവാഹിതയായ സ്ത്രീയെ ശത്രുവിന്റെ മിസൈലുകളെക്കാളും അപകടകാരികളായാണ് അവർ കാണുന്നത്. എലിജിബിൾ ബാച്ചിലേഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നത് സമൂഹത്തിന് ഹാനികരാണെന്നും കേട്ടിട്ടുണ്ട്. അവരെ തളച്ചിടാനും ഉത്തരവാദിത്തമുള്ളവരാക്കാനുമുള്ള ഒരു ഏർപ്പാടാണല്ലോ വിവാഹം. പണ്ടത്തെ സ്ത്രീകളൊക്കെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിച്ചത് മാന്യതയും ആത്മാർത്ഥതയും കുടുംബം നോക്കാനുള്ള കഴിവൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്നത്തെ സ്ത്രീക്ക് പ്രചോദനം നൽകുന്ന ഒരു ഭർത്താവിനെയാണ് ആവശ്യം. പ്രചോദനം മാത്രം മതിയെങ്കിൽ എന്റെ കയ്യിൽ അത് ധാരാളം ഉണ്ട്. കളിയാക്കണ്ട. എന്നെ പോലൊരു സാധാരണ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത ഘടകമായി അവൾ മാറുന്നു എന്നതിന്റെ പരസ്യമായ തെളിവാണ് വിവാഹം. ഒരുമിച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാന്നുള്ളത് രസമുള്ളൊരു കാര്യമല്ലേ? അതെ. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, യുദ്ധത്തിന് പോകും മുമ്പ് 1 വട്ടം പ്രാർത്ഥിക്കുവിൻ, കടലിൽ പോകും മുമ്പ് 2 വട്ടം, വിവാഹം കഴിക്കും മുമ്പ് 3 വട്ടം. ജോണിച്ചായോ, നല്ല പ്രായത്തിൽ കെട്ടാനാകാത്തതിന്റെ ഫ്രസ്ട്രേഷനൊക്കെ ഇങ്ങനെ നാട്ടിലെ കല്യാണമൊന്നും മുടക്കിയല്ല തീർക്കണ്ടേ. തൃഷ്ണകൾ അടക്കാനാവുന്നില്ലെങ്കിൽ വിവാഹിതരാകുവിൻ. ആഗ്രഹത്താൽ വലഞ്ഞു പോകുന്നില്ല നല്ലത് വിവാഹം കഴിക്കുന്നതത്രേ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയൊരു നാടകത്തിന്റെ ഡയലോഗാ. ഇത് കേട്ട് കുട്ടികളൊക്കെ എന്തൊരു കയ്യടിയായിരുന്നറിയാമോ? കയ്യടി എന്ന് പറഞ്ഞ ഒടുക്കത്തടി. അതെ, ആ അടിയിലാണ് ഇച്ചാന്റെ തല പൊട്ടിയത്. എന്റെ പൊന്നു പെങ്ങളെ, വിവാഹിതരായ എല്ലാരും അവിവാഹിതരായിരിക്കാനും അവിവാഹിതരായ എല്ലാരും വിവാഹിതരായിരിക്കാനും രഹസ്യമായിട്ടെങ്കിലും ആഗ്രഹിക്കാറുണ്ട്, അറിയാവോ? ഇയാള് തിരക്കഥ വായിച്ചോ? പിന്നെ അതുകൊണ്ടല്ലേ ഒരു പ്രകോപനമില്ലാതെ വിവാഹത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ വാചാലനായത്. അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാ, ഈ ക്യാമറമാൻ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഞങ്ങളുടെ ചാനലൊന്നും അങ്ങനത്തെ പരിപാടി ഇല്ല. നമ്മുടെ മലയാള സിനിമയിലും അങ്ങനെയുള്ള പതിവൊന്നുമില്ല. കാരണം മിക്കപ്പോഴും റിലീസിംഗിന്റെ അന്നായിരിക്കുമല്ലോ സ്ക്രിപ്റ്റ് എഴുതി തീരുന്നത്. ചിലരത് കഴിഞ്ഞും തിരുത്താറുണ്ട്. ഉള്ളത് പറയാലോ, 15 വർഷത്തിന്റെ സിനിമാ ജീവിതത്തിനിടയിൽ ഷൂട്ട് തുടങ്ങും മുമ്പ് കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേ വായിക്കാൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതിന് ഇവനെ ഞാൻ സമ്മതിച്ചു. എന്നിട്ട് എന്ത് തോന്നി? കോക്ടെയിൽ ഓഫ് നൊസ്റ്റാൾജിയ ആൻഡ് ന്യൂ ജനറേഷൻ. ഈ സിനിമ വിവാഹ ജീവിതം ഒരുപോലെ സൂക്ഷിച്ചെടുത്ത് ചെയ്തില്ലെങ്കിൽ കഥ മാറിപ്പോ. ഞാൻ അതുപോലെ വാചകോടി നിർത്തി ഓടാം. വേണോ? പോരെ, നമുക്ക് ആംബുലൻസ് സീക്വൻസ് ഇവിടെ തന്നെ പ്ലാൻ ചെയ്യാം. അതൊക്കെ നന്നായിരിക്കും. ആക്ഷൻ. ജമീല എന്നല്ലേ പേര്? അതെങ്കിലോ? എന്താ വേണ്ടത്?
വിശേഷിച്ചൊന്നുമില്ല. ജമീല ബീബിയുടെ ബാപ്പയുടെ ബീഡി ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ 120 ബീഡി തെറുപ്പ് തൊഴിലാളികളുണ്ട്. ഞാൻ അവരുടെ സെക്രട്ടറിയാണ്. പേര് അബ്ദുൽ ഖാദർ. വളരെ സന്തോഷം. ഫുട്ബോൾ പ്ലെയർ ആണെന്നും ടൗൺ KD ആണെന്നും കൂടി കേട്ടിട്ടുണ്ട്. അതെ, ബീഡി തെറുപ്പുകാർ ഒരു പണിമുടക്കിന് ആലോചിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ ഫാക്ടറി പൂട്ടിക്കും. ഇത് എന്നോട് എന്തിനാ പറയുന്നത്? ബാപ്പയോട് ഇന്ന് പറയൂ. ജമീലയോട് പറയാൻ കാരണമുണ്ട്. എന്താണത്? ഞാൻ ജമീലയെ ഗാഠമായി സ്നേഹിക്കുന്നു. സന്തോഷം. പിന്നെ എന്തൊക്കെയാണ് നാട്ടുവർത്തമാനങ്ങൾ? ജമീല, നീ എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ കെട്ടി തൂങ്ങി ചത്തുകളയും എന്നൊക്കെ പറയാനേ വേറെ ആളെ നോക്കണം. ഹും. ജമീല, ഞാൻ നിന്റെ എല്ല് തകർക്കും. ജമീല, എന്റെ ജീവിതം നീ പാഴാക്കരുത്. നിന്നെ ഞാൻ ഗാഠഗാഠം സ്നേഹിക്കുന്നു. നിന്റെ വസ്ത്രങ്ങളെ സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി സ്നേഹിക്കുന്നു. നീ നടക്കുന്ന ഈ പുഴയോരത്തെ സ്നേഹിക്കുന്നു. കാണുന്ന യുവതികളെല്ലാം വഴിക്ക് തടഞ്ഞിരുത്തി ഇങ്ങനെ പ്രേമപ്രസംഗം ചെയ്യാറുണ്ടല്ലേ? ഇല്ല ജമീല, നിന്നോടല്ലാതെ മറ്റൊരു പെണ്ണിനോട് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല, നോക്കിയിട്ട് പോലുമില്ല. ഇനി മിണ്ടുകയുമില്ല, നോക്കുകയുമില്ല. ജമീല, നീ എന്റെ കണ്ണിലെ കാഴ്ചയാണ്. പിന്നെ നിനക്ക് ഞാനും എനിക്ക് നീയും. വളരെ സന്തോഷം. ഇങ്ങനെ യുദ്ധം തുടങ്ങി. വാക്ക് തർക്കങ്ങളുണ്ടായി. വീട്ടുകാരെതിര്, നാട്ടുകാരെതിര്, പണിമുടക്ക്, ബഹളം. കാലം 50 വർഷം മുമ്പാണെന്ന് ഓർക്കണം. ഒടുവിൽ എന്തിനാ, ജമീല ബീബിയെ അബ്ദുൽ ഖാദർ സാഹിബ് വിവാഹം കഴിച്ചു. അങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞു വരുമ്പോൾ അതാ വരുന്നു പൂവൻ പഴം. പിന്നെ എന്റെ ജമീല, ഞാനൊന്ന് കുളിക്കാൻ പോവുകയല്ലേ, അതിനും ഷർട്ടിട്ടുണ്ട് പോണോ? ഓ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കില്ലല്ലോ. ജമീല പറഞ്ഞത് വല്ലതും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ജെന്റിൽമാൻ ആവണം, നല്ലവണ്ണം വസ്ത്രം ധരിച്ചേ പുറത്തേക്ക് ഇറങ്ങാവൂ. പെരുമാറ്റത്തിൽ ഗൗരവം വരണം. വഴിയിൽ വെച്ച് പഴയ കൂട്ടുകാരായ അലവലാദികളോട് സംസാരിക്കരുത്. ഇങ്ങനെ ജമീല പറഞ്ഞത് വല്ലതും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? പറയൂ. ഏത് സ്ത്രീയും ഏത് പുരുഷനെയും കല്യാണം കഴിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ആ പുരുഷനെ നന്നാക്കാനാണല്ലോ. ആണിനെ നേർവഴിക്ക് നടത്തുക, അവന്റെ ആത്മീയവും ശാരീരികവുമായുള്ള സർവ്വസംഗതികളിലും കൈകടത്തി ഗുലുമാനുണ്ടാക്കുക. ഇതൊക്കെ പെണ്ണിന്റെ കടമയാണല്ലോ. സുന്ദരമായ പെൺ ഫിലോസഫി. പിന്നെ ഓ, അരിവെപ്പുകാരുടെ പ്രശ്നമാണോ? അല്ല, ഞാൻ BA പാസ്സായത് അടുക്കളക്കാരിയാവാനാണല്ലോ. മുത്തേ, എന്റെ കരൾ അടുക്കളയിൽ കയറണ്ട. എല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം, പോരെ? ഓ മതി, ദിവസവും പറയുന്നുണ്ട്. ഇന്നുകൂടി എന്റെ മഹാറാണി അടുക്കളയിൽ കയറും. നാളെ മുതൽ നിന്റെ ഈ ദാസൻ. ചുമ്മാ വല്ലതും പറയല്ലേ.